നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. മുഖാമുഖത്തിൽ ഇന്ന് എനിക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു. സ്വാഗതം. നമസ്കാരം. പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന ED റെയ്ഡ്, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ തന്നെയും വലിയ ചർച്ചയാകുന്നു. ഒരു വ്യക്തിയിലേക്ക് പാർട്ടി ചുരുങ്ങുന്ന സാഹചര്യമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ കണ്ടത്. ഇപ്പോൾ അതിൽ നിന്ന് കരകയറി വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാർട്ടി തലത്തിൽ നടക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇപ്പോഴും ആ പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന സൂചനകൾ തന്നെയാണോ ഇതിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്? പാർട്ടിയുടെ ഘടനയിലോ പാർട്ടിയുടെ നേതൃ കമ്മിറ്റികളിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല. അവർ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണക്കാരവരാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഈ മേൽ കമ്മിറ്റിയിലുള്ളവരാണ്. അത് ശ്രീ പിണറായി വിജയൻ മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അദ്ദേഹം അതിൻ്റെ പ്രധാന ഉത്തരവാദിയാണ്. ഈ നാട്ടുകാർ പാർട്ടിക്കാരൊക്കെ കൂടി പറഞ്ഞ പദം ഉപയോഗിച്ച കാരണഭൂതനാണ്. പക്ഷേ അദ്ദേഹം ജയിച്ചാൽ ജയിക്കുകയും അദ്ദേഹം തോറ്റാൽ തോൽക്കുകയും ചെയ്യുന്ന രീതിയിൽ ഈ പാർട്ടിയെ കൊണ്ട് കെട്ടിയെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തെ ഉയർത്തിപ്പിടിക്കൽ മാത്രമാണ് പാർട്ടി പ്രവർത്തനം എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഈ മുകൾ കമ്മിറ്റിയിലെ ആൾക്കാരാണ്. അത് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തതാണ്. അങ്ങനെ അദ്ദേഹത്തെ എന്തു പറഞ്ഞാലും ശരി എന്ന് പറയുന്ന കുറേ റാൻമൂളികളെ കൊണ്ടുവന്ന് ഈ മുകൾ കമ്മിറ്റികളിൽ കുത്തി നിറച്ചതാണ്. അത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, കാലക്രമേണ സംഭവിച്ചതാണ്. അതിനെ ചോദ്യം ചെയ്യാതെ നിന്ന ഈ പാർട്ടി സംവിധാനത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു തിരുത്തലുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പിരിഞ്ഞു പോവുക അല്ലെങ്കിൽ അവരെ പിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നടക്കുന്ന നാടകം പിണറായിയെ സംരക്ഷിക്കാനുള്ളത് മാത്രമല്ല, ഇവരൊക്കെ സ്വയം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഈ പിണറായിയെ സംരക്ഷിക്കുന്ന പരിപാടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നടന്ന റെയ്ഡ് തന്നെ നിയമപരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പല കോടതികളിൽ നടത്തുകയും ഇവർ നടത്തുന്നതും CMRL നടത്തുന്നതും എല്ലാം ഇവർക്ക് വേണ്ടി ആയതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കുകയും എല്ലാം ചെയ്യുന്ന ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്താണ്? കോടതിയിൽ നിന്ന് അന്വേഷണം തുടരാം എന്നുള്ളൊരു വിധി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾ റെയ്ഡ് ചെയ്യുകയോ തുടർ നടപടികളിലേക്ക് ED നീങ്ങാം എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം. അവിടെ ഇവർക്കെതിരായിട്ടത് വരാൻ സർവ്വസാധ്യതയുമുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എന്താ? ED അവിടെ പറഞ്ഞ് ഇത് ബ്ലോക്ക് ചെയ്ത് EDയുടെ കേസ് CMRL ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ന്യായം ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാതെ അത് വേറെ ഏതെങ്കിലും ഒരു ഏജൻസി ഒരു FIR രജിസ്റ്റർ ചെയ്യാതെ EDക്ക് അന്വേഷണം ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. ED അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ വേറെ എങ്ങും FIR ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിൽ സുപ്രീം കോടതി EDക്ക് അന്വേഷണം ആരംഭിക്കാനോ സമ്മൻസ് കൊടുക്കാനോ അങ്ങനെ ഒരു FIR ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഈ കേസ് നിലനിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള നിയമോപദേശം തീർച്ചയായിട്ടും ഇവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? വീണയെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിയെ ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് ഇവർ ഒരു വീട്ടിൽ താമസിക്കാമെന്ന് തീരുമാനമെടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഇവർ 2 വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവർക്ക് വേറെ വീടുകൾ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ വേറെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഒരു വലിയ വീടെടുത്ത് വാടകയ്ക്ക് എടുത്ത് അവിടെ പിണറായി വിജയൻ്റെ വീട് എന്ന് പറയുകയും അവിടെ ഇവരും താമസിക്കുകയും തീരുമാനിച്ചാണ്. ഇപ്പോൾ അച്ഛനും മകളുമാണ്, നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. മകളുടെ കേസിനെ തുടർന്നുണ്ടായ ED റെയ്ഡും അതേ തുടർന്നുണ്ടായ കോലാഹലങ്ങളിലും അച്ഛനും കൂടി ഇതൊക്കെ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട് രാഷ്ട്രീയപരമായി നമ്മൾ. അതുണ്ട്. പക്ഷേ ഇവർ 2 വീട്ടിലായിരുന്നെങ്കിൽ വീണ വിജയൻ്റെ വീട്ടിൽ വന്നിട്ട് ED അങ്ങ് പോയേനെ. പിണറായി വിജയൻ്റെയോ CPM PV അംഗത്തിൻ്റെയോ വീട്ടിൽ റെയ്ഡ് എന്നൊരു വിഷയം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടായാൽ അതെൻ്റെ വീട്ടിൽ തന്നെ നടന്നോട്ടെ എന്നുള്ള ഒരു തീരുമാനം പിണറായി വിജയൻ എടുത്തതാണ്. അപ്പോൾ പുറത്ത് ജനങ്ങളെ പ്രകോപിപ്പിച്ച എന്താണ്? പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് എന്നുള്ളതാണ്. വീണയുടെ വീട്ടിൽ റെയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ജനങ്ങൾ പ്രകോപിതരാകില്ല. ഇപ്പോൾ പ്രകോപിതരായ അണികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാക്കി
അല്ലാത്ത ഒരുപാട് മെമ്പർമാരും അണികളും ഈ പാർട്ടിക്കുണ്ട്. പക്ഷേ കുറച്ചൊരു വിഭാഗം ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ നേതാവിനെ രാഷ്ട്രീയമായി വിക്ടിമൈസ് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അവിടെ വന്നവരും ഉണ്ടാവാം, ഈ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നവരല്ലാതെ. പക്ഷേ അങ്ങനെ ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തതാണ് ഈ താമസം തിരഞ്ഞെടുക്കൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇതിൻ്റെ കേസിൻ്റെ നിൽപ്പ് അങ്ങനെ ആയിരുന്നു എന്ന് ഇവർക്കറിയാം. അപ്പം എന്തു തന്നെയായാലും പാർട്ടി ചെയ്യുന്നത് സർവാബദ്ധമാണ്. കാരണം ഇപ്പോൾ വീണ വിജയനെ പോലെ വീണ തൈക്കണ്ടിയിൽ അവരെ പോലെ ഒരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ സ്ഥാപനത്തിന് തുടങ്ങാനുള്ള മൂലധനമായിട്ട് വായ്പ കൊടുക്കുക, അത് കഴിഞ്ഞ് പണിയൊന്നുമില്ലാതെ അവർക്ക് പൈസ മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുക, അവർക്കും കമ്പനിക്കും പൈസ കൊടുക്കുക. ഇതൊക്കെ ഈ കർത്തയെ പോലൊരു വ്യവസായി ചെയ്യുന്നത് എന്തിനാണ്? ചെയ്യുന്നതിൻ്റെ കാരണം പിണറായി വിജയനോട് മുഖ്യമന്ത്രിയായിട്ടോ പാർട്ടിയുടെ സമന്വയ സ്ഥാനത്തോ ഇരിക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം തന്നെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അതുണ്ട്. ഞങ്ങളുടെ വ്യവസായം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെ പണം കൊടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ളത് പല രാഷ്ട്രീയക്കാർക്കും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ പിണറായിക്കും കൊടുത്തിട്ടുണ്ട്. അതിന് തെളിവുകൾ ഇത്ര പ്രകടമല്ല, അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ ഈ കൊടുത്തതിന് തെളിവുകൾ പ്രകടമാണ്. പാർട്ടികൾക്ക് കൊടുത്ത പൈസയേ അല്ല ഇത് ഈ വ്യക്തികൾക്ക് കൊടുത്ത അഴിമതി പണത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അത് കർത്ത പറയുന്നതുകൊണ്ട് ശരിയാണെന്നല്ല, കിട്ടിയില്ലെന്ന് ഇവർ പറഞ്ഞോട്ടെ, ഇപ്പോൾ പിണറായി പറയുന്ന പോലെ പറഞ്ഞോട്ടെ. അത് പക്ഷേ കണ്ടെത്തേണ്ട കാര്യം, തെളിയിക്കേണ്ട കാര്യമാണ്. ഈ വീണയുടെ കേസിൽ അത് തെളിഞ്ഞ കാര്യമാണ്. കിട്ടിയില്ലെന്ന് പറയാനൊക്കത്തില്ല, കൊടുത്തില്ലെന്നും പറയാനൊക്കത്തില്ല. എന്തിന് കൊടുത്തു എന്നുള്ളതാണ് ചോദ്യം. എന്തിന് കൊടുത്തു എന്നുള്ളിടത്ത് ഒരു മറുപടിയും പറയാനില്ല. ഇപ്പോൾ ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വന്നപ്പോൾ പറഞ്ഞു അത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്, വീണയെയോ കമ്പനിയെയോ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് എന്തിനു കൊടുത്തുവെന്ന്. അത് CMRLനെ മാത്രം കേട്ടിട്ട് എഴുതി വെച്ചതാണ്, BJPയുടെ ഉദ്യോഗസ്ഥർ എഴുതി വെച്ചതാണ്, ഇതാ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവരെ കേട്ടു, വീണയെ കേട്ടു, അവിടുത്തെ തൊഴിലാളികളെ കേട്ടു, അവിടുത്തെ IT മാനേജരെ കേട്ടു. അവരും പറയുന്നൊന്നും കൊടുത്തില്ല, നോക്കുകൂലിയായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് റീറ്റെയിനർ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ പണം കൈക്കലാക്കി, അതിനാണ് അഴിമതി എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? ഇല്ലാത്ത സേവനങ്ങളുടെ പേരിൽ എന്തിനാണ് പണം കൊടുക്കുന്നത്? വേറെ IT കമ്പനികൾക്കൊന്നും കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മാത്രം, മുഖ്യമന്ത്രി ആയതിനു ശേഷം മാത്രം കൊടുത്തു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് വേറെ ചില ഉദ്ദിഷ്ട കാര്യങ്ങളുടെ ഉപകാരസ്മരണയാണ്. ആ ഉദ്ദിഷ്ട കാര്യം എന്തൊക്കെയാണെന്ന് ഈ കരിമണൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ ഒരു പേട്രണേജിലാണ് ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളും ജനങ്ങളുടെ ജീവിതവും എല്ലാം ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുത്തത്. ഈ സംഭവ വികാസങ്ങൾ ഇങ്ങനെ ചർച്ചയാവുന്ന ഘട്ടത്തിൽ CPMൻ്റെ ഭാവി എന്താകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ഈ പാർട്ടി എന്ന് പറയുന്നത് ആരുടേതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇത് പിണറായി വിജയൻ്റെയും ഈ മേളിലിരിക്കുന്ന നേതാക്കന്മാരുടെയും ഒന്നുമല്ല. അവരൊരു കാലഘട്ടത്തിൽ അതിൻ്റെ തലപ്പത്ത് എത്തിപ്പെട്ടവരെന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പുള്ളവർ, അതിനുവേണ്ടി ജീവൻ കൊടുത്തവർ, അങ്ങനെ ഒരുപാട് പ്രവർത്തകരുടേതാണ് ഈ പാർട്ടി. അതുകൊണ്ട് ഇത് നിലനിൽക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോഴുള്ള പാർട്ടി പ്രവർത്തകരാണ്. കാര്യം ഇത് അങ്ങ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് അത് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വരുന്ന തലമുറയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ രീതിയിൽ തുടരാൻ, ഈ നേതൃത്വത്തെ വെച്ചുകൊണ്ട് തുടർന്ന് പാച്ചപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടായതിനേക്കാൾ വലിയ തകർച്ചയിലേക്ക് ഇത് പോകും. ഇതിനെ രക്ഷിക്കണമെങ്കിൽ ഡീകൺസ്ട്രക്ട് ചെയ്യുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇവരുടെ നിലവിലുള്ളതിനെ ഉടച്ചു വാർക്കണം. സംസ്ഥാന കമ്മിറ്റിക്ക് മുകളിലേക്കുള്ളത് മുഴുവൻ പിരിച്ചു വിടണം. എന്നിട്ട് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം. അതും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ സാധാരണ പ്രവർത്തകർക്ക് കൊടുക്കണം. ഈ മേളിൽ നിന്നുകൊണ്ട് കെട്ടിയിറക്കുന്ന പരിപാടി നിർത്തിയിട്ട്. കാരണം ഇവരിപ്പോൾ പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പം ഏറിയ കമ്മിറ്റിയിലെ ആളവിടെ വന്നിരിക്കും, ലോക്കൽ കമ്മിറ്റിക്ക് വരുന്നു. ഒരു കാര്യവുമില്ല. ഏറിയ കമ്മിറ്റിയിലെ വന്നിരിക്കുന്നത് ആ ലൊക്കാലിറ്റിയിലെ കാരണഭൂതനാണ്. ഒരു കാര്യവുമില്ല. അവർക്ക് അവിടുന്ന് നിർഭയമായിട്ട് പറ്റുമെങ്കിൽ ഒരു രഹസ്യ ബാലറ്റിലൂടെ ആയാൽ പോലും തിരഞ്ഞെടുക്കാൻ പറ്റി. അങ്ങനെ പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ടൊരു സംസ്ഥാന നേതൃത്വം വന്നാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ നേതൃത്വത്തെ കൊണ്ട്, ഈ സംവിധാനത്തെ കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിണറായി വിജയനെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം നടക്കുമ്പോഴാണ് ED റെയ്ഡ് നടന്നത്. മുമ്പും പിണറായി പ്രതിസന്ധിയിലായ പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു, സർക്കാർ ഗവർണർ പോരടക്കമുള്ള കാര്യങ്ങൾ.
അപ്പോൾ കേന്ദ്രം BJP വല്ലാതെ LDFനെ പ്രത്യേകിച്ച് പിണറായി വിജയനെ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു ന്യായമായ സംശയമാണ്. കാരണം EDയുടെ ഇപ്പോഴത്തെ റെയ്ഡ് എന്ന് പറയുന്നത് അതിന് ശേഷം മുന്നോട്ട് പോകാനുള്ളതാണോ അതോ വെറുതെ ഇവിടെ ഒരു റിജുവിനേഷന് വേണ്ടിയുള്ളതാണോ എന്നുള്ളൊരു സംശയം മുൻകാല ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ വളരെ ന്യായമായ കാര്യമാണ്. ഒന്നുകിൽ ഭരണമാറ്റം സംഭവിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തല്ലാതായ ഒരു പിണറായി വിജയനെ ഇനി ആവശ്യമില്ല എന്ന് കരുതുന്ന BJPയുടെ രാഷ്ട്രീയ നേതൃത്വം, അതല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ ചെക്ക്മേറ്റ് ചെയ്യാനായിട്ട് ഇനിയും അങ്ങനെ ഒരാളവിടെ ആവശ്യമുണ്ട് എന്ന് കരുതുന്ന അവരുടെ നേതൃത്വം, അവരുടെ പൊളിറ്റിക്കൽ താല്പര്യം എന്താണോ അതനുസരിച്ച് EDയുടെ അന്വേഷണം പോകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം EDയുടെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നല്ല. EDയുടെ പേസ്, അവരുടെ അന്വേഷണം മുറുകണോ താളം മുറുകണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഈ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇത് കെട്ടിയിടപ്പെട്ടതുകൊണ്ടാണ് പല കേസുകളിലും, അതുകൊണ്ടാണ് ലാവ്ലിൻ കേസ് മുന്നോട്ട് പോകാത്തത്. ഇനിയും ലാവ്ലിൻ കേസ് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. കേരളത്തെ സംബന്ധിച്ച് ആ കേസ് അപ്രസക്തമായി. ഇനി സുപ്രീം കോടതി അവിടെ നമ്മൾ ലാവ്ലിൻ കേസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് CPM BJP ഡീൽ ആരോപണമാണ് എന്നുള്ള വലിയൊരു ആക്ഷേപം കോൺഗ്രസ് ഉയർത്തുന്നത്. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസിനെതിരെ ഡീൽ ആരോപണം മറ്റുള്ള പാർട്ടികളും ഉയർത്തുന്നുണ്ട്. അത്തരത്തിലൊരു ഡീൽ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് ഡീൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ വിചാരിക്കുന്നത് BJPക്ക് ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയമായൊരു പ്ലാനുണ്ട്. അവരുടെ പ്ലാനിന് സഹായകരമായത് എന്താണ് എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ പരാജയപ്പെട്ടു, CPM വീണ്ടും അധികാരത്തിൽ വരുമായിരുന്നെങ്കിൽ ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ചാകരയായിരുന്നു. കോൺഗ്രസ് ഇതിനോടൊപ്പം തന്നെ ഇല്ലാതാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ ഡീലെന്ന് പറഞ്ഞാൽ കുറേ ചാക്ക് കെട്ട് പൈസയും കൊണ്ട് അങ്ങോട്ട് കൊടുത്തു ഇത് അങ്ങനെ നേടി, അങ്ങനൊരു കാര്യമല്ല. അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയ താല്പര്യം എന്താണെന്നുള്ളത് വളരെ ക്ലിയറായിട്ട് എവിഡൻ്റായിട്ട് പുറത്തു വരും. ഒറ്റ ഉദാഹരണം മതി, ഞാനിത് പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ ശ്രീ TP സെൻകുമാർ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, 2026 വരെ പിണറായിക്കെതിരെയുള്ള കേസുകളിൽ മുന്നോട്ട് പോക്കുണ്ടാവില്ല, അതിനുശേഷം ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞില്ല. 2026 വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം അദ്ദേഹത്തെ BJPയുടെ ഒരു നേതാവാണ് ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് അറിയാം, അദ്ദേഹം BJPയുടെ താല്പര്യം മനസ്സിലാക്കി പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതവരുടെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു. 2026 ശേഷം പുതിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ജനങ്ങളുടെ വികാരം ഇതാണെന്ന് വെളിപ്പെട്ട സാഹചര്യത്തിൽ ഇനി അവർക്ക് അനുകൂലമായി ഉപയോഗിക്കാവുന്ന ഘടകം ഏതാണെന്ന് BJP ആലോചിക്കും, അതിനനുസരിച്ച് അവർ നീങ്ങും. അങ്ങനെയാണ് BJP എല്ലായിടത്തും രാഷ്ട്രീയം ഈ അന്വേഷണം നടത്തുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അന്വേഷണ ഏജൻസികളെ വിടുന്നത് എന്നുള്ളത് കൊണ്ട് നാട്ടിൽ പോക്കറ്റടിക്കാരെയും കള്ളന്മാരെയും കൊലപാതകികളെയും ഒന്നും പിടിക്കണ്ടെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആ സിസ്റ്റം മെച്ചപ്പെടണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ പോക്കറ്റടിക്കുന്നവന്മാരെല്ലാം കൂടെ അതുകൊണ്ട് ഇനിയും പോലീസ് എന്നെ പിടിക്കണ്ട, പോലീസിലല്ല അഴിമതിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഈ അന്വേഷണ സംവിധാനം പോയേ ഒക്കത്തുള്ളൂ. ഇത് വളരെ എവിഡൻ്റായ കറപ്ഷനാണിത്. അപ്പോൾ അത് എടുത്തിട്ട് മറ്റിടത്ത് അനാവശ്യമായി ചെയ്തു, ഇവിടെ അനാവശ്യമായി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാട്ടുകാർക്കെല്ലാം അവിടെ വാരാപ്പുഴയിലെ ശ്രീജിത്തിനെ തല്ലി കൊന്നില്ലേ, സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊലപാതകികളെല്ലാം ഇനി പോലീസ് വരുമ്പോൾ എന്നെ തുടരണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ ന്യായമാണ് ഇവിടെ CPM പയറ്റി നോക്കുന്നത്. CPMൽ നേതാക്കളുടെ മക്കളോട് ഒരുതരം ഇരട്ടത്താപ്പ് സമീപനമില്ലേ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായ ഇതുപോലെ ED റെയ്ഡ് വന്ന സമയത്ത് അവിടെ ആ വീട്ടിലേക്ക് ഒരു നേതാക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല മാധ്യമങ്ങൾ അത് ആ ദിവസം മുഴുവൻ വലിയ വാർത്തയാക്കി നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിക്കെതിരായ ED റെയ്ഡ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ എത്താൻ ഇനി ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി നേരിട്ടിറങ്ങി വന്ന് അവിടെ പ്രകടനവും മുദ്രാവാക്യവും വിളിച്ച് അവർക്കൊപ്പം പിണറായിക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുകയാണ്. അപ്പോൾ പിണറായി വിജയനാണ് പാർട്ടി എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമുക്കിവിടെയും കാണാം അല്ലേ? ഇത് ഫ്യൂഡലാണ്. ഇവർ ഈ വർത്തമാനം പറയുന്നതല്ല, അത് വെറും ഫ്യൂഡൽ. ഞാൻ നേരത്തെ അട്ടിമറിയുടെ കാര്യം പറഞ്ഞല്ലോ, നോക്കുകൂലിയുടെ കാര്യം പറഞ്ഞു. തൊഴിലാളി ഒരു ചാക്കിറക്കി വെച്ച് ചിത്തർ രൂപ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറക്കാതെ പൈസ വേണമെന്ന് പറഞ്ഞാൽ നോക്കുകൂലി, അതിവിടെ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയും. പറയുന്നത് എങ്ങനെയാണ്?
സ്വന്തം മകൾക്ക് നോക്കുകൂലി അറേഞ്ച് ചെയ്ത് കൊടുത്തേച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഇതിപ്പോൾ നേതാക്കളുടെ മക്കൾ, നിങ്ങൾ ബിനീഷിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അത് എന്തിനാ അവിടെ വരെ പോകുന്നത്? ഇവിടെ നമ്മളെപ്പോഴും പറയുന്ന ഓമനക്കുട്ടനെതിരെ നടപടി എടുത്തുകൊണ്ടല്ലോ, മറ്റേ ആലപ്പുഴ. ഓമനക്കുട്ടനെതിരെ കേട്ട വാദി കേൾക്കാത്ത വാദി നടപടിയെടുത്തു. അതേസമയം കുഞ്ഞാനന്ദൻ്റെ TB ചന്ദ്രശേഖരൻ കേസിൽ, കൊലക്കേസിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പോലും കുഞ്ഞാനന്ദേട്ടനെതിരെ നടപടിയില്ല. ഇതാണ് പാർട്ടിയുടെ സമീപനം. ഇതുപോലെ തന്നെ പീതാംബരൻ്റെ കേസ് അവിടെ പെരിയയിലുള്ളത് നമുക്കറിയാം. ഇപ്പം ഞാൻ പറയുന്നത് ഇതിലെല്ലാം ഒരു ഇരട്ടത്താപ്പും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സും ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മക്കളുടെ കാര്യത്തിലും അത് വന്നു എന്നേ ഉള്ളൂ. അത് പിണറായിയുടെ മകളും കോടിയേരിയുടെ മകനോ മകളും ഒരേപോലെയല്ല. അതിന് PB ഒന്നും ഒരു ഘടകമല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാകുക എന്ന് ചോദിച്ചാൽ ഇവരുടനെ പറയും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് മനസ്സിലാകാത്ത തരത്തിൽ പറഞ്ഞ് ഈ വാക്കുകളെല്ലാം ഒരു തമാശ. അതേ പറഞ്ഞേ. പിന്നെ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ ഈ പറയുന്ന ഐഡിയോളജിയെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിൽ ഇവരെടുത്തിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തോന്നിവാസത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരുടെ വിചാരം ഇത് പാർട്ടി അണികൾ തീപ്പന്തം പോലെ വരും, പാർട്ടിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവരെല്ലാവരും പുറത്തു വരും. അന്നത്തെ ആ ED റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സമയത്ത് ഞാൻ അന്ന് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ പുറത്തിറങ്ങി വന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഒരുപാട് നാൾ കൂടിയാണത് മുഷ്ടി ഉരുട്ടി കാണുന്നത്. മറ്റേ സമ്മേളനത്തിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ യാന്ത്രികമായിട്ടാണ്. അപ്പോൾ അത് ഓർമ്മിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് കലാപാഹ്വാനമാണ് ചെയ്തത്. അദ്ദേഹം വളരെ സമാധാനപരമായ പ്രവൃത്തിയാണ് അവിടെ നടന്നതെന്നാണ് അതിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത്. വേറെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചോദിക്കുന്നു, ഇതാണോ ആക്രമണം? അപ്പോൾ ആക്രമണം കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്ന് പറയും. CPMൻ്റെ ആക്രമണം ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ സ്വയം ഒരു ഗുണ്ടാ സംഘത്തെ പോലെ മോബിനെ പോലെ ഇവർ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെയാണ് ഈ പാർട്ടി അണികളെന്നും പ്രവർത്തകരെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് കാണും. പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണം. എന്താണ് ഇവർ ശ്രമിക്കുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇനിയും ഒരു ED ഉദ്യോഗസ്ഥനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത് എന്നാണോ ഇവരുടെ ഉദ്ദേശം? ഇവരെന്താണ് ഇതിലൂടെ സന്ദേശമാണ് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതോ ഈ ക്ലൂലെസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്ത് ചെയ്യണം എന്നറിയാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി അല്ല CPIM, അങ്ങനെ ഒരു പാർട്ടി ആയിട്ടല്ല ഇതിനെ വിഭാവനം ചെയ്യുകയും ഇത് വളർന്നു വരികയും ചെയ്തത്. അപ്പോൾ അത് തിരുത്തേണ്ടത് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ്. കുഞ്ഞികൃഷ്ണൻ സാഹോടെ പയ്യന്നൂർ പറഞ്ഞ പോലെ നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ട സമയമാണിത്. അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലൂടെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് പിണറായി വിജയൻ കടന്നു പോവുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ CPMൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി വലിയ ചർച്ചകളിലൂടെയൊക്കെ തന്നെയും കടന്നു പോകുന്നു. ഭരണകാലത്തെ പോലീസ് അതിക്രമം, ആഭ്യന്തര വകുപ്പിൻ്റെ പൂർണ്ണ പരാജയമാണെന്ന തരത്തിൽ CPM കേട്ടുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, വിവാദ രക്ഷാപ്രവർത്തനം, ഇപ്പോൾ ED റെയ്ഡ്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് വിവാദങ്ങളിലൂടെ പിണറായി വിജയൻ കടന്നുപോയി. ഇനി അക്ഷരാർത്ഥത്തിൽ എന്തായിരിക്കും CPM സംഭവിക്കാൻ പോകുക? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺഗ്രസ് ഒരു അസാധാരണമായിട്ടുള്ള, അതായത് അവരുടെ ഒരു അൺക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്ന പോലെ ഒരു ആർജവം ആ കാര്യങ്ങളിൽ കാണിക്കണം. സാധാരണ നമ്മൾ കാണുന്നത് ഇതെല്ലാം ഒരു മാസത്തിനകം ബാച്ചപ്പ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുക. ഒരു അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകാതെ ഇവരെല്ലാം വീതം വെപ്പിലേക്ക് മാറുകയും പുതിയ സർക്കാർ പുതിയ കച്ചവടങ്ങളുടെ പുറകെ പോവുകയും ചെയ്യലാണ് കാണുക. അതുകൊണ്ട് ഇത് പൊതുസമൂഹത്തിൻ്റെയും കൂടി ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കേണ്ടതിന് വളരെ ആവശ്യമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരിറങ്ങി അവിടെ കാണിച്ച തോന്നിവാസം, നമ്മുടെ ശമ്പളം മേടിച്ച് സുരക്ഷാ ഭടന്മാരെന്നുള്ള പേരിലാണ് ആ ഗുണ്ടാപ്പണി കാണിച്ചത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകുകയാണ് ഈ സർക്കാർ പോകുന്നതിന്. അതല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ രക്ഷാപ്രവർത്തനമായിട്ടാണല്ലോ മുഖ്യമന്ത്രി പറയുക. അപ്പോൾ അതുകൊണ്ടൊരു ജീവൻ രക്ഷാ പദം കൂടെ കൊടുക്കും.
അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യപ്പെടുകയും അങ്ങനത്തെ ഉദ്യോഗസ്ഥരോട് എല്ലാ കാലത്തും അത് തുടരില്ല എന്ന് പറയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മൂന്നാർ ഓപ്പറേഷൻ VS നടത്തിയതിൻ്റെ ഒരു ബാക്കി പത്രം ഞാൻ വിചാരിക്കുന്നത്, മറ്റേതെന്ന് പറഞ്ഞാൽ ഈ കയ്യേറി കെട്ടിടം പണിയുന്ന റിസോർട്ട് പണിയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പണിത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നുള്ളതാണ്. അതുവരെ എങ്ങനെയെങ്കിലും കൈക്കൂലി കൊടുത്ത് അവിടെ ഉള്ളവരെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് എങ്ങനെയെങ്കിലും ഈ കെട്ടിടം പണിത് ഓപ്പറേഷണലാക്കുക, ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് പണിത് ഓപ്പറേഷണലായിരുന്ന കെട്ടിടം ഒരു ഭരണാധികാരി വന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഇടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പണിയുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു ത്രെറ്റ് അവിടെ ഉണ്ടെന്നും അതെല്ലാ കാലത്തും നിലനിൽക്കും എന്നുള്ളൊരു പാഠമാണ്. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും താൻ ഈ ഇറക്കുന്ന പൈസ സുരക്ഷിതമല്ല എന്നൊരു തോന്നൽ ഇവർക്കുണ്ട്. അങ്ങനെ ചില ചെക്കുകൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആവശ്യമാണ്. പൈസയുണ്ട്, ഇപ്പോഴുള്ള കുറച്ച് പേരെ വരുതിക്ക് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ കാലത്തേക്കും ഞാനും എൻ്റെ തലമുറയും സുരക്ഷിതരാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആർജവമുള്ള ഒരു ജനത, അവരുടെ ഒരു നേതൃത്വം ഇവിടെ വന്നാൽ അത് ഏത് കാലത്തും ചോദ്യം ചെയ്യപ്പെടും എന്ന് അടിവരയിടേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് ഇതെല്ലാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കടുത്ത പരാജയം ഏറ്റുവാങ്ങി നിന്നപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഉയർത്തിയ വിമർശനം, പ്രതിപക്ഷ നേതാവ് സ്ഥാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കരുത് എന്നുള്ളതാണ്. അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന തരത്തിലേക്കുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും പാർട്ടി അണികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടതുകൂടിയാണ്. അദ്ദേഹം ആ സ്ഥാനം ഒഴിയേണ്ടി വരുമോ? ഞാൻ പക്ഷേ അതിന് വലിയ പ്രസക്തിയൊന്നും കാണുന്നില്ല. അദ്ദേഹം ഒരു PB അംഗമായിട്ടിരിക്കുക, അദ്ദേഹം അവിടെ തുടരുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലാണ് പാർട്ടിയുടെ ഒരു സംഘടനാ സംവിധാനം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നേക്കാം. അദ്ദേഹം തന്നെ ഇത് തുടർന്ന് പോകണമെന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കകത്തെ ചർച്ചകളെയൊക്കെ ഒന്ന് മൂടി വെക്കാൻ വേണ്ടി അദ്ദേഹം ഏറ്റതാണെന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ അദ്ദേഹത്തിന് അവിടെ തുടരണമെന്ന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അതല്ല വിഷയം. നമ്മൾ അദ്ദേഹം മാറി വേറൊരാൾ വന്നാലും അത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാർട്ടി സംവിധാനം കംപ്ലീറ്റായിട്ട് ഇതുപോലെ ഈ അഴുക്ക് ജാലിൽ കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഇതിൻ്റെ മുകൾ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റിക്ക് മുകളിലേക്കുള്ള കമ്മിറ്റി പിരിച്ചു വിട്ട് പുനഃസംഘടിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ആസ്പിറേഷൻ അനുസരിച്ച് നീങ്ങാൻ കഴിയില്ല. പാർട്ടിയുടെ പ്രഖ്യാപിച്ച ഐഡിയോളജിക്ക് അനുസരിച്ച് നീങ്ങാൻ കഴിയില്ല. കാരണം ഇവരെല്ലാം അവരുടെ നയങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടമാക്കി കഴിഞ്ഞു. അങ്ങനെ ഈ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ചെയ്തികൾക്ക് അനുസരിച്ച് പോകാവുന്നവരെ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന നേതൃത്വമാണിത്. അല്ലാതെ അവരുടെ പ്രവൃത്തി പരിചയം കൊണ്ടൊന്നുമല്ല. ഇതിലും പ്രവൃത്തി പരിചയമുള്ളവർ താഴെ തഴയപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് പോകാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സ്ഥാനചലനം കൊണ്ടൊന്നും ഇത് പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. CPI അവർക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് CPM-നോട് കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് നൽകാൻ CPM തയ്യാറാവുന്നില്ല എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വരുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും സഖാവ് സത്യൻ മൊകേരിയും കൂടി ഒരു കാറിൽ അവിടെ വന്നിട്ട് മടങ്ങിപ്പോകുന്ന ദൃശ്യം ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരെ നിർത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അദ്ദേഹം വിശ്രമിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അവിടെ കാണാൻ വരുമ്പോൾ അകത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് സംസാരിക്കാൻ പോലും ശ്രീ പിണറായി വിജയൻ തയ്യാറല്ല. അല്ലെങ്കിൽ ആ റെയ്ഡ് അദ്ദേഹത്തെ അത്രത്തോളം തളർത്തിയിട്ടുണ്ടാവും. ഇനി പോട്ടെ, അങ്ങനെ സംഭവിച്ചാൽ പുറത്ത് വന്ന് ഇത് പറയാതിരിക്കുകയും ചെയ്യണ്ടേ ഈ നാണക്കേട്? അത് ബിനോയ് വിശ്വം തുറന്നങ്ങ് പറയുകയും ചെയ്യുന്നു. ഞാൻ പറയുന്ന ഈ ഉപനേതൃസ്ഥാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാനുള്ള ധൈര്യം വേണം. ഈ കരാറിൽ ഏർപ്പെട്ടത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം CPIക്ക് ഉണ്ടാവണം. സേവനമില്ലാതെ പൈസ വാങ്ങിയെങ്കിൽ അത് അഴിമതിയാണെന്നും അത് നമ്മൾ ചെയ്യരുതായിരുന്നു എന്നും പറയാനുള്ള ആർജവം CPIക്ക് ഉണ്ടാവണം. ഇതൊന്നും ഉണ്ടാകാതെ ചുമ്മാ BJP എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ള, അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, നമ്മുടെ നിലപാട് അതാണ്. അത് പറയാൻ വേണ്ടി ഒരു അവസരമായിട്ട് ഈ അഴിമതിയെ ന്യായീകരിക്കുന്ന പരിപാടിയും അവിടെ കാണിച്ച ഈ അക്രമത്തെയും മുഴുവൻ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഇവരാണെങ്കിൽ പിന്നെ അവരെന്തിനാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത്? ഇവർ തന്നെ ഇരുന്നോട്ടെ, കുറച്ചുകൂടെ നന്നായിട്ട് CPM ചെയ്യില്ലേ? ഒരു നിലപാടും ഇല്ലാതെ. ഞാൻ പണ്ടൊരു സുഹൃത്തിനോട് ചോദിച്ചു,
CPI ചേരുന്ന, എന്നാൽ പിന്നെ അങ്ങ് CPI ചേർന്നുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ചപ്പാത്തിയിൽ നിന്ന് മാറി കിഴങ്ങ് കറി വീണിട്ട് വല്ല കാര്യമുണ്ടോ, രണ്ടും കൂടെ ഒന്നിച്ചല്ലേ വായി വെക്കുന്നത്? ശരിയല്ലേ? തീർച്ചയായും. ഇതൊരു ഒരു കാര്യവുമില്ലാതെ, ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ, ഒരു വർത്തമാനവും പറയാൻ കഴിവില്ലാതെ ഇങ്ങനെ പോയിട്ട് ആ PM ശ്രീയിലെങ്ങാണ്ട് ഒരു നിലപാട് പറഞ്ഞു പോയതിൻ്റെ പേരിലാണ് ഈ 7-8 സീറ്റ് ഇപ്പോൾ കിട്ടിയത്. അല്ലെങ്കിൽ 2 സീറ്റ് പോലും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇത് നിലപാടെടുക്കാനുള്ള ആർജവും ഇല്ല. ഒരിക്കലെടുത്തത് കാരണം ഇനി ഒരു 10-25 വർഷം അതിൻ്റെ ഓർമ്മ പുതുക്കി ജീവിക്കാമെന്ന് വിചാരിക്കുകയാണ് CPI ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിലൊന്നും ഒരു പ്രസക്തിയും കാണുന്നില്ല. VD സതീശൻ സർക്കാരിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ കയ്യടി നേടുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ തുടക്കത്തിലെയുള്ള പ്രവർത്തനം കാണുന്നത്? അതോടൊപ്പം നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ളൊരു പ്രതികരണം. അല്ല, തുടക്കം കുറച്ച് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ്. ഒന്നാമത് കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കേണ്ടതാണെന്നുള്ളൊരു തോന്നലോ അതിൽ നിന്നുള്ള പ്രഖ്യാപനങ്ങളോ ഉണ്ടായി. LDF സർക്കാർ അവസാനത്തെ ക്യാബിനറ്റിലാണ് ചില കാര്യങ്ങൾ ചെയ്യാനിരുന്നത്. അങ്ങനെ കാത്തിരിക്കലല്ലാതെ ഒന്നാമത്തെ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കാൻ തയ്യാറായി. മറ്റു ചില കാര്യങ്ങൾ ഈ മാസം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. നയപ്രഖ്യാപനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ചില ലാൻഡ് ബാങ്ക് പോലെ അങ്ങനെ ചില പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ 102 സീറ്റോടുകൂടി അധികാരത്തിൽ വന്നതാണ്. ഇതുപോലത്തെ ഒരു കടുത്ത ദുർഭരണത്തിന് ശേഷം വന്ന ഒരു സർക്കാരാണ്. അപ്പോൾ ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്. നമ്മൾ അവർക്ക് കുറച്ചുകൂടെ ഒരു ലോങ് റോപ്പ് കൊടുക്കാമെന്നാണ് എൻ്റെ വിചാരം. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ക്രിട്ടിക്കലായിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ വിമർശിക്കേണ്ടിടത്ത് വിമർശിക്കുകയും ചെയ്യേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേ സമയത്ത് അവർക്ക് കിട്ടിയ മാൻഡേറ്റ് അനുസരിച്ച് പ്രവർത്തിക്കുക, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നു. അത് അങ്ങനെ അവർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ ചലഞ്ചോടുകൂടി തുടങ്ങേണ്ട ഒരു സന്ദർഭമാണ്. അപ്പോൾ അതവർ ചെയ്തു തുടങ്ങട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ കേസിൽ CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിജ്ഞാപനം വൈകാതെ തന്നെ പുറത്തിറങ്ങുകയും ചെയ്യും. ഇത് CPM-ന് ഒരു പ്രഹരമായി മാറുമോ? നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ സത്യം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. എന്നാൽ പിന്നെ അവർ അന്വേഷിച്ചോട്ടെ എന്ന് ഇവർക്ക് പറഞ്ഞുകൂടെ? PP ദിവ്യ പ്രതിയായതുകൊണ്ടായിരിക്കുമല്ലേ? ഇവർക്ക് അതായത് ഞാൻ ഇതിനെ താരതമ്യം ചെയ്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേരളയിൽ സ്പീഡിൽ പോകേണ്ടത് ആവശ്യമാണ്, അതുകൊണ്ട് മറ്റൊരു പദ്ധതി ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നവർക്ക് സത്യം പുറത്തു വരേണ്ടതാണ് ആവശ്യം. അവരന്വേഷിക്കുന്നെങ്കിൽ അവരന്വേഷിച്ചോട്ടെ എന്ന് പറയാനുള്ള അർജവുമില്ല. കാരണം ഇവർക്കിത് ചില കാര്യങ്ങൾ ഒളിക്കാനുണ്ട്. ഈ പോലീസ് അന്വേഷണം ശരിയായ ദിശയിലല്ല പോയതെന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. അതിലെ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന രത്നകുമാർ, അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് ഏതാനും ദിവസം മുമ്പാണ് ഇത് ചാർജ് ഷീറ്റ് കൊണ്ട് കൊടുക്കുന്നത്, റഫറൽ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ അവിടെ പോയി മത്സരിക്കുകയാണ്. മനസ്സിലായി? അപ്പോൾ ഇത് മുഴുവൻ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ രത്തൻ കേൽക്കറെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവിടെ ബംഗാളിലെ ആളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ കാക്കിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാർട്ടിക്കാരെ കൊണ്ട് തന്നെ ഇത് അന്വേഷിപ്പിക്കണം എന്ന് എന്താ ഇത്ര നിർബന്ധം? ഈ നിർബന്ധത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ പലരെ സംരക്ഷിക്കാനുള്ള താല്പര്യങ്ങളാണ്. അതിപ്പോൾ ഓരോരുത്തർ ആരുടെയൊക്കെ ആൾക്കാരാണെന്ന് പുറത്തു വരും. അത് വിദ്യയാണെങ്കിലും കൊള്ളാം, ദിവ്യയാണെങ്കിലും കൊള്ളാം, അതൊക്കെ തെളിഞ്ഞു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേക അഭിമുഖ പരിപാടി പൂർണ്ണമാകുന്നു. നമസ്കാരം. താങ്ക് യു സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.